നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. മന്ത്രി കെ രാജന്റെ നിർദ്ദേശപ്രകാരം മുടിക്കോട്, വാണിയമ്പാറ, താണിപ്പാടം എന്നിവിടങ്ങളിൽ ദേശീയപാത അതോറിറ്റി, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. മുക്കാട്ടുകര സാന്ത്വനം ട്രസ്റ്റിന്റെ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള ജ്യോതിഷ പരിഷത്ത് 44-ാം വാർഷികം സാഹിത്യ അക്കാദമി ഹാളിൽ ജില്ലാ ജഡ്ജി TK മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. വാർത്തകൾ വിശദമായി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജന്റെ നിർദ്ദേശാനുസരണം മുടിക്കോട്, വാണിയമ്പാറ, താണിപ്പാടം എന്നിവിടങ്ങളിൽ ദേശീയപാത അതോറിറ്റി, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥരുടെ സംയുക്ത പരിശോധന നടത്തി. പൊതുജനങ്ങൾക്കും വാഹനങ്ങൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിൽ റോഡിലേക്ക് ഒഴുക്കിവിടുന്ന വെള്ളം ഡ്രെയിനേജിലേക്ക് തിരിച്ചുവിടുന്നതിനും സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്തുന്നതിന് പോലീസിനെ സഹായിക്കുന്നതിനും കരാർ കമ്പനിയുടെ ഉത്തരവാദിത്തത്തിൽ ജോലിക്കാരെ നിയോഗിച്ച് ഗതാഗതം നിയന്ത്രിക്കുന്നതിനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർക്ക് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി നിർദ്ദേശം നൽകി. മുക്കാട്ടുകര സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് മുക്കാട്ടുകര ബെത്ലഹേം കോൺവെന്റ് സ്കൂളിൽ നടത്തിയ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സാന്ത്വനം ട്രസ്റ്റ് ആൻഡ് റെസിഡൻസ് അസോസിയേഷനുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തകരുടെയും സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ കർക്കിടക കഞ്ഞിക്കൂട്ടും മരുന്നുകളും അടക്കമുള്ള കിറ്റുകൾ സൗജന്യമായി നൽകി. ചെയർമാൻ മോഹൻദാസ് നെല്ലിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ED ജോണി ആമുഖ പ്രഭാഷണം നടത്തി. ഡോക്ടർ K ഗോപിക ആയുർവേദത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിച്ചു. സെക്രട്ടറി ദേവരാജൻ കോച്ചാട്ടിൽ, ട്രസ്റ്റിമാരായ CG സുബ്രഹ്മണ്യൻ, MK ഹരിദാസ്, MM ചന്ദ്രൻ, K ജയകുമാർ, അരവിന്ദാക്ഷൻ എന്നിവർ മരുന്ന് കിറ്റുകൾ വിതരണം ചെയ്തു. ശ്യാമള മുരളീധരൻ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ആനന്ദൻ പുളിയത്ത് സ്വാഗതവും ട്രഷറർ E രാജൻ നന്ദിയും പറഞ്ഞു. പണ്ട് ഇവിടെ ജോണിയേട്ടൻ പറഞ്ഞ സ്വാഗത പ്രാസംഗികനും പറഞ്ഞ കർക്കിടക മാസത്തെ പഞ്ഞ കർക്കിടകം എന്നാണ് വിളിക്കുക. ഇപ്പോൾ പഞ്ഞം അങ്ങനെ ആർക്കും അതീവ ദാരിദ്ര്യാവസ്ഥ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പേരൊന്ന് പതുക്കെ മാറ്റി രാമായണ മാസം എന്നാക്കി. ഇപ്പോൾ പഞ്ഞക്കർക്കിടകം എന്ന് ആരും പറയാറില്ല, രാമായണ മാസം എന്നാണ് പൊതുവെ പറയുന്നത്. എല്ലാ തുറകളിലും എല്ലാ മേഖലകളിലും രാമായണം വായിക്കാനും തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യം. തൃശൂർ മോസ്ഫെറ്റ് സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഹെഡ് ഓഫീസിന്റെയും മെയിൻ ബ്രാഞ്ചിന്റെയും ഉദ്ഘാടനം നടന്നു. 77 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പുരോഗതിയുടെ പാതയിലൂടെ മുന്നേറുന്ന ചേലക്കോട്ടുകര മോസ്ഫെറ്റ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആധുനിക രീതിയിൽ നവീകരിച്ച ഹെഡ് ഓഫീസിന്റെയും മെയിൻ ബ്രാഞ്ചിന്റെയും ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന അനുമോദന സദസ്സ് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ബാങ്കിന്റെ ആദ്യകാല അംഗങ്ങളെ ആദരിക്കലും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ബാങ്ക് അംഗങ്ങളുടെ മക്കളെ അനുമോദിക്കലും നടന്നു. ബാങ്ക് പ്രസിഡന്റ് ജോസഫ് മളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. MLA P ബാലചന്ദ്രൻ, കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ എന്നിവർ മുഖ്യാതിഥികളായി. ഡിവിഷൻ കൗൺസിലർ മേഴ്സി അജി, നടത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, കൗൺസിലർ ഷീബ ബാബു, കോർപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് അംഗം K രവീന്ദ്രൻ, വികസന സമിതി അംഗം KP പോൾ, ബാങ്ക് സെക്രട്ടറി ലിസ ബാബു, ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് PK ബിന്ദു എന്നിവർ സംസാരിച്ചു. മെയിൻ ബ്രാഞ്ചിന് പുറമെ നെല്ലിക്കുന്ന്, അഞ്ചേരി എന്നിവിടങ്ങളിൽ ബ്രാഞ്ചുകളും കിഴക്കുംപാട്ടുകരയിൽ എക്സ്റ്റൻഷൻ കൗണ്ടറും ബാങ്കിൻ്റെതായി പ്രവർത്തിക്കുന്നുണ്ട്. 7% പലിശ നിരക്കിൽ അതാത് ദിവസത്തെ സ്വർണ്ണവിലയുടെ 85% വായ്പ അനുവദിക്കുന്ന ഈസി ഗോൾഡ് ലോൺ, 1 വർഷം വരെയുള്ള നിക്ഷേപകർക്ക് 9% പലിശ നൽകുന്ന ഡയമണ്ട് പ്ലസ് ക്യാഷ് ഡെപ്പോസിറ്റ് സ്കീം, കൂടാതെ പുതിയ ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് ആൻഡ് ക്രെഡിറ്റ് സ്കീം, വനിതകൾക്കായി ഷീ ലോൺ എന്നീ സേവനങ്ങളും ബാങ്ക് ഉപഭോക്താക്കൾക്കായി ലഭ്യമാക്കുന്നു. ബാങ്കിന്റെ നീതി മെഡിക്കൽസിലൂടെ മരുന്നുകൾ വാങ്ങുന്ന അംഗങ്ങൾക്ക്
നിലവിലുള്ള ഡിസ്കൗണ്ടിന് പുറമെ അധിക ഡിസ്കൗണ്ടും ലഭ്യമാണ്. ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്ത് തന്നെ മഹാത്മജിയുടെ ഗ്രാമസ്വരാജ് എന്ന മുദ്രാവാക്യത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് രൂപപ്പെട്ട ഒന്നാണ്. സാധാരണക്കാരായ മനുഷ്യർ അവരുടെ കൂട്ടായ്മകളിലൂടെ സമൂഹത്തിനു വേണ്ടിയും വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ തന്നെ സാമ്പത്തിക ഇടപാടുകളും സമൂഹത്തിന്റെ വികസനത്തിനു വേണ്ടിയുള്ള ഇതര പ്രവർത്തനങ്ങളും സംയോജിപ്പിച്ചുകൊണ്ട് നടത്തിയ ഇടപെടലുകൾ ലോകത്തിന്റെ തന്നെ മുന്നിൽ മാതൃകയായി ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറെ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച കേരളത്തിലെ സഹകരണ മേഖല വേറിട്ട ശോഭയോടെ ഉദിച്ചു നിൽക്കുന്നു എന്നുള്ളത് നാം ആരും തന്നെ വിസ്മരിക്കാൻ പാടുള്ളതല്ല. രൂപീകൃതമായ കാലം മുതൽ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യയിൽ ഇതര പ്രദേശങ്ങളിൽ സഹകരണ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ട് തുടങ്ങുന്നതിന് മുൻപേ നടന്ന കേരളം സമൂഹത്തിലെ കർഷകരും കർഷക തൊഴിലാളികളും സാധാരണ തൊഴിലാളികളും എല്ലാവരും അവരവരുടേതായ മേഖലയിൽ വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം മാത്രം ആർജിച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു കാലത്ത് തങ്ങളുടെ അടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ആശ്രയിക്കാൻ സാധിക്കുമാറ് പരസ്പരമുള്ള കൂട്ടായ്മ ശക്തിപ്പെടുത്തിക്കൊണ്ട് രൂപീകരിച്ചെടുത്തതാണ് നമ്മുടെ സഹകരണ മേഖല. കേരള ജ്യോതിഷ ശാസ്ത്ര പരിഷത്ത് 44-ാം വാർഷിക സമ്മേളനം സാഹിത്യ അക്കാദമി ഹാളിൽ തൃശൂർ ജില്ലാ ജഡ്ജി TK മീനമോൾ ഉദ്ഘാടനം ചെയ്തു. മുൻ MLA തേറമ്പൽ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്രഹ്മശ്രീ വിഷ്ണു ഭാരതീയ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ KN സത്യനാഥൻ, മുൻ MLA TV ചന്ദ്രമോഹൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. കേരള ബ്രാഹ്മണ സഭ സെക്രട്ടറി D മൂർത്തി, ജേക്കബ് പുതുശ്ശേരി, CR ഗിരിജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ജ്യോതിഷ സെമിനാർ KK ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ജ്യോതി രാജ് K പണിക്കരെ ആദരിച്ചു. ഡോക്ടർ അച്യുതൻകുട്ടി, ശക്തിധരൻ എരണേടത്ത് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ PK ശ്രീനിവാസൻ ദാമ്പത്യ പൊരുത്ത ചിന്ത എന്ന വിഷയം അവതരിപ്പിച്ചു. അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്നില്ല. ഈ CPM എൻ്റെ ഈ സംഘടനയുടെ പല യോഗങ്ങളും ആ വീട്ടിൽ വെച്ചാണ് ഒഴിവ് സമയങ്ങളിൽ എന്നോട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഒരു എഞ്ചിനീയറായി പ്രവർത്തിക്കുമ്പോൾ തന്നെ ഭൂഷണത്തിന്റെ അതോറിറ്റിയായി ആരെങ്കിലും വ്യാപിക്കാൻ വലിയ ശ്രമം നടത്തിയ ഒരാളാണ്. വിൽവട്ടത്ത് ഹെൽത്ത് സെന്ററിന് തീയിട്ടു. ഹെൽത്ത് സെന്റർ ഭാഗികമായി കത്തിനശിച്ചു. തീയിട്ട ശേഷം അക്രമി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഓഫീസിലുണ്ടായിരുന്ന ഹെഡ് ക്ലർക്ക് അനൂപിന്റെ കാലിന് തീയിട്ടു. അനൂപിനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഓഫീസിലെ ഫയലും ഫാർമസി റൂമിലെ മേശപ്പുറത്തിരുന്ന മരുന്നുകളും കത്തിനശിച്ചു. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇന്നലെ രാത്രി 7:00-ഓടെയായിരുന്നു അക്രമം. കുപ്പിയിൽ ഇന്ധനവുമായാണ് അക്രമി എത്തിയത്. ഓഡിറ്റിംഗിന്റെ ഭാഗമായി ഈ സമയം ജീവനക്കാർ ഓഫീസിനകത്തുണ്ടായിരുന്നു. ജീവനക്കാരോട് തട്ടിക്കയറി അക്രമി കുപ്പിയിലെ ഇന്ധനമൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. അനൂപ് ധരിച്ചിരുന്ന ജീൻസിലാണ് തീപിടിച്ചത്. ജീൻസ് പെട്ടെന്ന് ഊരിയെറിഞ്ഞതോടെയാണ് അനൂപ് രക്ഷപ്പെട്ടത്. തീ കൊളുത്തിയ അക്രമി ഓടി രക്ഷപ്പെട്ടു. കഴിഞ്ഞ 18-ന് അക്രമം നടത്തിയയാൾ ഹെൽത്ത് സെന്ററിലെത്തി താൻ വാങ്ങിയ മരുന്നിന് ഗുണമേന്മയില്ലെന്ന് പറഞ്ഞ് ബഹളം വെച്ചിരുന്നു. ഹെഡ് ക്ലർക്കായിരുന്ന അനൂപ് സംഭവം നടക്കുന്ന സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു. ACP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വിയൂർ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ഊർജിതമാക്കി. മാന്നാമംഗലം മരോട്ടിച്ചാൽ റോഡിലെ കുഴിയിൽ ചാടി സ്വകാര്യ ബസിന്റെ ചില്ല് തകർന്നു. ചില്ല് വീണ് ഡ്രൈവറുടെ കൈക്ക് പരിക്കേറ്റു. മരോട്ടിച്ചാൽ വഴിനടച്ചിറ പാലത്തിന് സമീപത്തെ വലിയ കുഴിയിൽ ചാടിയപ്പോഴാണ് സ്വകാര്യ ബസിന്റെ ചില്ല് തകർന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30-ഓടെയാണ് സംഭവം. മരോട്ടിച്ചാൽ മാന്നാമംഗലം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് ജോർജ് ബസിന്റെ മുൻവശത്തെ ചില്ലാണ് തകർന്നു വീണത്. മരോട്ടിച്ചാലിൽ നിന്നും തൃശൂരിലേക്ക് പോകുന്ന വഴിയാണ് അപകടം. ചില്ല് പൊട്ടി വീണ് ഡ്രൈവർ ഓലപ്പുരയിൽ സിജിയുടെ കൈക്ക് പരിക്കേറ്റു. ഞായറാഴ്ച ആയതിനാൽ ബസ്സിൽ യാത്രക്കാർ കുറവായിരുന്നു.
മാസങ്ങളായിട്ട് കുണ്ടും കുഴിയും നിറഞ്ഞു കിടക്കുന്ന റോഡിന്റെ അവസ്ഥയെപ്പറ്റി CTV പലതവണ വാർത്ത നൽകിയിരുന്നു. മലയോര ഹൈവേ നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തി എന്ന കാരണത്താലാണ് റോഡിൽ അറ്റകുറ്റപ്പണികൾ പോലും നടത്താത്തത്. 100 കോടി രൂപയുടെ ഭൂമി തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട തമിഴ്നാട് മുൻ മന്ത്രി MR വിജയഭാസ്കറിനെ പീച്ചിയിലെ ഒളിത്താവളത്തിൽ നിന്നും പിടികൂടിയതിന്റെ ഞെട്ടലിൽ പ്രദേശവാസികളും നാട്ടുകാരും. UK-യിൽ താമസിക്കുന്ന സുജയുടെ വീട് ഓൺലൈനിൽ വാടകയ്ക്കെടുത്ത് കഴിഞ്ഞ മാസം 14 മുതൽ ബന്ധുവിനൊപ്പം ഒളിവിൽ കഴിയുകയായിരുന്നു. മൊബൈൽ ടവർ ലൊക്കേഷൻ തിരഞ്ഞെത്തിയ തമിഴ്നാട് പോലീസ് സംഘം പരിസരത്തെ വീടുകളിൽ രഹസ്യാന്വേഷണം നടത്തിയാണ് വിജയഭാസ്കറിനെ കണ്ടെത്തി പിടികൂടിയത്. സിവിൽ ഡ്രസ്സിൽ സ്ഥലത്ത് കറങ്ങി നടന്ന സംഘത്തിനെ നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ കോയമ്പത്തൂരിൽ നിന്നും കാണാതായ ഒരു കോളേജ് വിദ്യാർത്ഥിയെ അന്വേഷിച്ച് എത്തിയതാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പിന്നെ അന്ന് ഇവിടെ ഒരു 10-30 ആളോളം ഇവിടെ ഈ അതിലൊക്കെ കാര്യമൊക്കെ ഇവിടെ കൂടിയിരുന്നു. പോലീസ് വന്ന സമയത്ത് പോലീസ് വന്നപ്പോൾ അല്ലാണ്ട് ഞങ്ങൾക്ക് ഇത് എപ്പോഴും രാത്രിയിലാണോ വീട് വളഞ്ഞത്? എപ്പോഴാണ് ഈ സംഭവം? അല്ല, നേരം എടുത്ത പിന്നെ 6 മണിക്ക് ശേഷമാണ്. ഒരു 6 മണി 6:30 കഴിഞ്ഞിട്ടുണ്ട്. ശരി. അപ്പോഴാണ് അവർ നേരം വെളുത്തിട്ടിനോട് വന്നേക്കണേ. ഇവർ വന്ന് ഇവിടെ അപ്പുറത്തൊരു വീട്ടിൽ ചെന്ന് അവിടെ ഒരു ഇതുണ്ടല്ലോ, അവിടെ റബ്ബർ കട ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ആ കടക്കാരൻ്റെ വീട്ടിൽ ചെന്ന് അവരെ വിളിച്ച് എനിപ്പിച്ചു. അവർ വീട് ലൈൻ തെറ്റി, മൊബൈൽ ലൊക്കേഷൻ അവർക്ക് തെറ്റിയെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് അവരതിൽ പോയത്. അവിടെ ഒരു ട്യൂട്ടർ എന്ന് പറഞ്ഞൊരു ഒരു ഇതുണ്ട് ഇതിൻ്റെ തൊട്ട് തന്നെ. ആ വീട്ടിൽ കയറി ആ വീട്ടുകാർക്ക് പരിശോധിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ വീണ്ടും മൊബൈൽ ലൊക്കേഷനാണ് ഇവിടെ പറഞ്ഞത്. ഈ സംഭവം നടക്കണതിൻ്റെ തലേൻ്റെ തലേദിവസം വൈകിട്ടാണ് ഇവിടെ അവർ വരുന്നത്. അവർ വന്നു, അവർ രാത്രി ഒന്ന് റൂം എടുത്തു. പിറ്റേ ദിവസം ഞങ്ങൾ ഇത് സംഭവം അറിയണമെന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസം കാലത്ത് ഇവിടെ കുറച്ച് പോലീസുകാരാണെന്ന് ഞങ്ങൾക്കറിയില്ല. അവർ കുറച്ച് പേര് ഇവിടെ ഒരു ഇനാവയിലും വേറൊരു വണ്ടിയിലും കണക്കാക്കി ഇവിടെ വന്നു ഇവിടെയൊക്കെ അന്വേഷിച്ച് നടക്കുന്നു. അപ്പോൾ എന്താ കാരണമെന്ന് അന്വേഷിച്ച് ഞാൻ ആ വീട്ടിലോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ പറഞ്ഞ സംഗതി ഈ തമിഴ്നാട്ടിൽ നിന്ന് കുറേ കുരുമുളകിൻ്റെ കൃഷിയുടെ കാര്യത്തിൽ എന്തോ പൈസ മേടിച്ചിട്ട് വന്നേക്കണേ. അങ്ങനെ വന്നു ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ പരിസരിച്ചില്ല, ഇങ്ങനെ ഒരാൾ. അപ്പോൾ പറഞ്ഞു പിടിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്ക് പിന്നീടാണ് ഞാനൊരു ഒരാളോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് കാരണത്തിലൂടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങളൊരു അന്വേഷണമായിട്ട് വന്നേക്കുന്നത്, ഞാൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണ്. വിജയഭാസ്കറിനെയും ഒപ്പമുണ്ടായിരുന്ന കോയമ്പത്തൂർ സ്വദേശി VP പ്രവീണിനെയും അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് പോലീസ് സംഘം മന്ത്രിയെ തെളിവെടുപ്പിനായി തമിഴ്നാട്ടിലെ കരൂരിലേക്ക് കൊണ്ടുപോയി. ജയലളിതയുടെ മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന വിജയഭാസ്കർ വ്യാജരേഖ ഉപയോഗിച്ച് ഭൂമി രജിസ്റ്റർ ചെയ്തതിന് കരൂർ സബ് രജിസ്ട്രാറും പരാതി നൽകിയിരുന്നു. പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികളും അയൽവാസികളും തങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ സംഭവിച്ച ഇക്കാര്യത്തിൽ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. വാർഡ് മെമ്പർ ഷൈജു കുര്യൻ പറയുന്നത്, വീട് വാടകയ്ക്ക് നൽകുമ്പോൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഓൺലൈനായി വീട് നൽകുമ്പോൾ പഞ്ചായത്തിനെ വിവരം അറിയിക്കണം. പോലീസ് സംഘത്തിലെ വനിത മതിൽ ചാടി പ്രതികളെ പിടികൂടിയ രംഗം കണ്ട നാട്ടുകാർ അന്തം വിട്ടിരിക്കുകയാണ്. അതായത് വെലങ്ങന്നൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് CV സുജ എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ വെച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തമിഴ്നാട് മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. 100 കോടി രൂപയുടെ ഭൂമി ഇടപാട് അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞ വിവരം. അത് തമിഴ്നാട് പോലീസിൻ്റെ നേതൃത്വത്തിൽ വീട് വളഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. നമുക്കിതിൽ അറിയാവുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ സുജ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഒരു വീട് സാധാരണമായും പാർപ്പിട അവസ്ഥയിലുള്ള സാധാരണ വീട് എന്നുള്ള അനുമതിയാണ് പഞ്ചായത്തിൽ നിന്ന് അവർ എടുത്തിട്ടുള്ളത്. സാധാരണ ഇത്തരത്തിലുള്ള വീടുകൾക്ക് അനുമതി നൽകേണ്ടത് അല്ലെങ്കിൽ അത് പ്രത്യേക സ്പെഷ്യൽ വില്ല ആക്ട് പ്രകാരം ആണ് രജിസ്റ്റർ ചെയ്ത് ടാക്സ് അടച്ചിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരുക്കങ്ങളും ഇല്ലാതെയാണ് എറണാകുളത്തുള്ള ഏതൊരു ഓൺലൈൻ കമ്പനി വഴി ഓൺലൈനിൽ ബുക്ക് ചെയ്ത് അത്തരത്തിലുള്ള ആളുകൾക്ക് ഇവിടെ 2 ദിവസം ദിനം പ്രതി 2000 രൂപയ്ക്കാണ് ഈ മന്ത്രിക്കൂടെ വാടകയ്ക്ക് കൊടുത്തുള്ളത്. അതുപോലെ ഇതിനു മുൻപ് വിദേശിയായിട്ടുള്ള സായിപ്പും കുടുംബവും കുറച്ച് നാൾ ഇവിടെ വന്ന് താമസിച്ചു. അതുകൂടാതെ തമിഴ്നാട്ടിൽ നിന്നുള്ള മറ്റു ആളുകൾ ചില ദിവസം ഇവിടെ നിന്ന് താമസിക്കുന്നു. അങ്ങനെ ദിനം പ്രതിയുള്ള വാടകയ്ക്കാണ് ഇവർ നൽകുന്നത്. അതുകൂടാതെ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ളൊരു ഈ നമ്മൾ വാർഡ് മെമ്പർ എന്ന നിലയിൽ നമ്മുടെ വാർഡിൽ ആരെങ്കിലും ഒരാൾ വന്ന് താമസിച്ചാൽ നമ്മളത് അറിയും. അല്ലെങ്കിൽ അറിയാനുള്ള നമുക്ക് ആശാവർക്കർ മുഖേന നമ്മൾ അറിയിപ്പ് കിട്ടും. അത്തരത്തിലുള്ള ആശാവർക്കർക്ക് പോലും വാർഡ് മെമ്പർക്ക് പോലും അല്ലെങ്കിൽ അയൽവക്കക്കാർക്ക് പോലും അറിയുന്നില്ല ആരാണ് അവിടെ വന്ന് താമസിക്കുന്നത്.
അംഗൻവാടി അധ്യാപികയ്ക്ക് യാത്രയപ്പ് നൽകി. യാത്രയപ്പ് സമ്മേളനം തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എം കെ ശ്രീജ മുഖ്യപ്രഭാഷണം നടത്തി. ടി എസ് കുട്ടപ്പൻ മാസ്റ്റർ, എം എൻ കൃഷ്ണൻകുട്ടി, ഒ പി വിജയൻ, ബീന ജോൺസൺ, കെ ജി ഷീജ, കെ വനജ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ അത്യാവശ്യം 2 or 3 സ്ഥാനത്ത് നിൽക്കുന്ന കുട്ടികളുടെ എണ്ണത്തിലുള്ള ഒരു അംഗൻവാടി കൂടിയാണ് ഈ അംഗൻവാടി. വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. വലിയ രീതിയിലുള്ള വളർച്ച നമ്മുടെ അംഗൻവാടിക്ക് എല്ലാ തലത്തിലും ഉണ്ടായിട്ടുണ്ട്. കാരണം കുട്ടികളുടെ എണ്ണത്തിലായാലും അതിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലായാലും നല്ല പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞ പഞ്ചായത്തിലെ അംഗൻവാടികളിൽ ഒന്നാണ് നമ്മുടെ ഈ അംഗൻവാടി. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും, 18 വർഷമായി നമ്മുടെ കുന്നംപറമ്പിനകത്ത് ഈ അംഗൻവാടി പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ പല പഞ്ചായത്തിലെ പല അംഗൻവാടികളും ഒരു ഘട്ടത്തിൽ സഞ്ചരിക്കുന്ന അംഗൻവാടികളായിരുന്നു. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മളെ വിട്ട് ഒന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
അതെ അതെ. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വാർത്തകളിലേക്ക്. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും അരി വിതരണവും നടത്തി. പട്ടാൾക്കുന്ന് 4 സെന്റ് 3 സെന്റ് കോളനിയിലെ 180ഓളം കുടുംബങ്ങൾക്കാണ് സൗജന്യമായി അരി വിതരണം നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് MU മുത്തുവിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ സമ്മേളനം പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ ജോണി അരിമ്പൂർ, TJ ജോസ്, കരീം ഖാൻ, ഫ്രാൻസിസ് മാളിയേക്കൽ, മേജോ മോസസ്, ജോയ് KG, ലിസി ജോൺസൺ, റോയ് MT, ഹരി തെക്കൂട്ട്, സുബ്രൻ പ്ലാവിളപ്പിൽ, ജോസ് പാറക്കൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളുടെ, അതുമല്ലെങ്കിൽ ഭേദപ്പെട്ട ജനങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള പട്ടിണിയോ ബുദ്ധിമുട്ടോ മാറും എന്നതല്ല. അതിനൊക്കെ അപ്പുറത്ത് കാരുണ്യം കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സ് കീഴടക്കിയ മുൻ മുഖ്യമന്ത്രിയുടെ ഓർമ്മ ദിനത്തിൽ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു കാരുണ്യ പ്രവൃത്തി മണ്ണുത്തിയിലെ കോൺഗ്രസ് കമ്മിറ്റി അതിശിഷ്യ അതിൻ്റെ പ്രസിഡന്റ് MU മുത്തു മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ പ്രദേശത്ത് നടപ്പിലാക്കുകയാണ്. ഈ നമുക്കറിയാം, നേരത്തെ മുത്തു സൂചിപ്പിച്ച് പോയതുപോലെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഒരുപാട് സമഗ്ര വികസന പരിപാടികൾ ഉമ്മൻചാണ്ടി നമ്മുടെ പ്രദേശത്ത് നടപ്പിലാക്കുകയുണ്ടായി. നമുക്കറിയാം, ഈയിടെ ഏറ്റവും അടുത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു തുറമുഖം നമ്മുടെ പ്രദേശത്തിൻ്റെ വികസനത്തിൽ എങ്ങനെയാണ് പങ്കുവഹിക്കുന്നത് എന്നത് പര്യാലോചിക്കുമ്പോൾ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിവിധ കണ്ടെയ്നറുകൾ, ഒരു വലിയ കപ്പൽ വന്നു നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടെയ്നറുകൾ, അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ പ്രദേശത്തുണ്ടാകുന്ന വികസനം. ആടിനെ മേയ്ക്കാൻ പോയ വയോധികൻ ദേഹത്ത് തെങ്ങ് വീണ് ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. മണലിത്തറ ജുമാ മസ്ജിദ് പള്ളിയുടെ സമീപത്ത് നെല്ലിക്കൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. 66 വയസ്സായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തെങ്ങ് വീണ് പരിക്കേറ്റത്. ആടുകളെ മേയ്ക്കാൻ പോയ ഉണ്ണികൃഷ്ണനെ കാണാതായതിനെ തുടർന്ന് വളർത്തുനായ പലവട്ടം കുരച്ചുകൊണ്ട് വീണ് കിടക്കുന്ന സ്ഥലത്തേക്കും വീട്ടിലേക്കും ഓടി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഭാര്യ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുന്നത് കണ്ടത്. തുടർന്ന് നാട്ടുകാരെ കൂട്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭാര്യ സുലോചന. ഇവർക്ക് മക്കളില്ല. മെമ്പറാണ്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച 15-ാം തീയതി വൈകിട്ട് 4:30 ശക്തമായ കാറ്റിലും മഴയിലും ഈ തെങ്ങ് കടപുഴകി വീണ് എൻ്റെ വാർഡിലൊരു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നെല്ലിക്കൽ ഉണ്ണികൃഷ്ണൻ 66 വയസ്സായ ദേഹത്തേക്ക് വീഴുകയും ആളെ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. അതുകൂടാതെ ആള് 10 വർഷം മുമ്പ് സ്ട്രോക്ക് വന്ന് വൺ സൈഡ് തളർന്ന് അതിന് റിക്കവറി ചെയ്ത് വന്ന് ഇപ്പോൾ ആടിനൊക്കെ നോക്കിയിരുന്ന ആടിനെ മേയ്ക്കാനായിട്ടാണ് ഈ പറമ്പിലേക്ക് വന്നിരുന്നത്. ഇത് പറമ്പിൽ വന്ന് വീഴുകയും ആളെന്നെ ഇവിടുന്ന് എടുത്ത് മെഡിക്കൽ കോളേജിൽ ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും ഇന്ന് രാവിലെ 4:30 വെളുപ്പിന് 4:30 മരണപ്പെടുകയും ചെയ്തിരുന്നു. അതിൻ്റെ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയിലെ കല്ലിടുക്കിൽ കുരിയച്ചിറ സെന്റ് ജോസഫ് സ്കൂളിലെ അസ്ത്ര റോളർ സ്കേറ്റിംഗ് ക്ലബ്ബിലെ കുട്ടികൾ റോളർ സ്കേറ്റിംഗ് നടത്തി വിസ്മയ കാഴ്ച തീർത്തു. അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ ദേശീയപാത പട്ടിക്കാട് മുതൽ കല്ലിടുക്ക് വരെ അടച്ച് ഗതാഗതം തിരിച്ചുവിട്ടതോടെ ദേശീയപാതയുടെ സുന്ദരമായ റോഡ് സ്കേറ്റിംഗ് നടത്തി കുട്ടികൾ നാട്ടുകാരെയും കാഴ്ചക്കാരെയും വിസ്മയിപ്പിച്ചു. അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതിനു ശേഷം എന്നും ഗതാഗതക്കുരുക്കും വാഹന അപകടങ്ങളും മൂലം പഴി കേട്ടിരുന്ന ദേശീയപാത അതോറിറ്റിക്ക് കുട്ടികളുടെ സ്കേറ്റിംഗ് പ്രകടനം ആഹ്ലാദിക്കാൻ വക നൽകുന്നതായിരുന്നു. ഞങ്ങൾ സെന്റ് ജോസഫ് സ്കൂൾ സെന്റ് ജോസഫ് സ്കൂളിലെ കുട്ടികളാണ്. ഞങ്ങൾക്കൊരു സോണൽ മീറ്റ് കഴിഞ്ഞിരുന്നു. നമ്മൾ സ്റ്റേറ്റ് സെലക്ഷൻ ആയിരുന്നു. അപ്പോൾ അവർക്ക് റോഡും റിംഗ് ഇവൻസ് ഉണ്ട്. നമ്മളിവിടെ ഈ അടിപ്പാതയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഇവിടെ റോഡ് ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ ഇവിടെ വന്നതാണ്. ഇവിടെ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ആക്ച്വലി. പക്ഷേ ഇത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഗുണമുണ്ടായിട്ടോ. കാരണം വെച്ചെങ്കിൽ റോഡ് ചെയ്യുമ്പോൾ വളരെ റിസ്കി ആണ് റോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ. വണ്ടികൾ വളരെ പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ വണ്ടികളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വളരെ സൗകര്യമായി, വളരെ സൗകര്യമായിട്ട് ചെയ്തു ഇല്ലേ? നമ്മളെല്ലാം നന്നായി ചെയ്തില്ലേ? തുടർന്ന് നമ്മൾ എന്തായാലും ഡെയിലി വരും ഞങ്ങൾ മാക്സിമം. നമുക്ക് മഴ ത്രട്ടാണ് ശരിക്കും മഴ. ഇത് മോൾക്ക് ഇഷ്ടമായി ഇവിടെ റോഡിൽ സ്കേറ്റിംഗ് ചെയ്തൊക്കെ ഇഷ്ടമായി അല്ലേ? അത് ശരി. മോൻ്റെ പേരെന്താ? ശ്രീജിത്ത്. ശ്രീഹരി. ശ്രീഹരി. ഇഷ്ടമായി ഇവിടുത്തെ? അത് ശരി. ഈ സ്ഥലമൊക്കെ ഇഷ്ടമായില്ലേ? നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നവക അഭിഷേകവും നടത്തി.
രാവിലെ ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് കപ്ലിങ്ങാട് ചിത്രഭാനു നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ ഗണപതി ഹോമത്തിനും ഗജപൂജയ്ക്കും ശേഷം കിഴക്കിനിയടത്ത് വന ദേവി ശ്രീപാർവതിക്ക് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു. തുടർന്ന് മഹാഗണപതി, മഹാവിഷ്ണു, നരസിംഹമൂർത്തി, മത്സ്യ അവതാരമൂർത്തി, ഗോശാലകൃഷ്ണൻ, ഭഗവതി എന്നീ ദേവി ദേവന്മാർക്കുള്ള കർക്കിടക മാസത്തിലെ വിശേഷാൽ നവകാഭിഷേകവും നടത്തി. ഇതോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. മണ്ണുത്തി വാളയാർ റോഡ് നാഷണൽ ഹൈവേ 4-വരി പാതയിൽ ട്രാഫിക് നിയന്ത്രണം. തൃശൂർ മണ്ണുത്തി വാളയാർ റോഡ് നാഷണൽ ഹൈവേ അടിപ്പാതയുടെ പണികൾ നടക്കുന്നതിനാൽ മുടിക്കോട്, കല്ലെടുക്ക്, വാണിയമ്പാറ എന്നീ സ്ഥലങ്ങളിൽ ട്രാഫിക് ഡൈവേർഷൻ നടപ്പിലാക്കിയിട്ടുണ്ട്. മുടിക്കോട് ഭാഗത്ത് പണി നടക്കുന്ന സ്ഥലത്തിന് മുൻപേ സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾ ഇറക്കി 15 മീറ്ററോളം സഞ്ചരിച്ച് വീണ്ടും റോഡിലേക്ക് കയറി സാധാരണ നിലയിൽ മെയിൻ റോഡിൽ തന്നെ വന്ന് പാലക്കാട് ഭാഗത്തേക്ക് സഞ്ചരിക്കാവുന്നതാണ്. പാലക്കാട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ മെയിൻ റോഡിൽ നിന്നും ഏകദേശം പണി നടക്കുന്ന സ്ഥലത്തിന് മുൻപേ 15 മീറ്റർ സർവീസ് റോഡിലൂടെ സഞ്ചരിച്ച് മെയിൻ റോഡിലൂടെ തന്നെ തൃശൂർ ഭാഗത്തേക്ക് പോകാവുന്നതാണ്. കല്ലെടുക്ക് ഡയറക്ഷൻ തുടങ്ങുന്നത് തൃശൂർ ഭാഗത്തു നിന്നും വരുമ്പോൾ പട്ടിക്കാട് ബസ് സ്റ്റാൻഡ് റോഡിൽ മുൻവശം സർവീസ് റോഡിൽ ഇറങ്ങി ഏകദേശം 400 മീറ്ററോളം സർവീസ് റോഡിലൂടെ സഞ്ചരിച്ച് മെയിൻ റോഡിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. പാലക്കാട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ പണി നടക്കുന്ന സ്ഥലത്തിന്റെ ഏകദേശം 10 മീറ്റർ മുന്നേ സർവീസ് റോഡിലേക്ക് ഇറങ്ങി സർവീസ് റോഡിലൂടെ സഞ്ചരിച്ച് വീണ്ടും മെയിൻ റോഡിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. പാലക്കാട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് വരുമ്പോൾ പണി നടക്കുന്ന ഭാഗത്തു നിന്നും ഏകദേശം 10 മീറ്റർ മുന്നേ വാഹനങ്ങൾ സർവീസ് റോഡിലേക്ക് ഇറക്കി ഏകദേശം 10 മീറ്ററോളം സഞ്ചരിച്ച് റോഡിലേക്ക് തന്നെ പ്രവേശിക്കാവുന്നതാണ്. മാന്നാമംഗലം നായാടിച്ചിറ ചെക്ക് ഡാം റോഡിലൂടെയുള്ള വാഹനയാത്ര അപകട ഭീഷണി ഉയർത്തുന്നു. പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ കാന കയറിയതാണ് യാത്രയ്ക്ക് പ്രതിസന്ധിയായത്. പുത്തൂർ പഞ്ചായത്ത് 5-6 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാന്നാമംഗലം നായാടിച്ചിറ ചെന്നായ്പാറ റോഡിലാണ് വാഹനയാത്ര അപകട ഭീഷണി ഉയർത്തുന്നത്. ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ സ്ഥാപിക്കാനായി കാന കയറിയതാണ് വാഹനയാത്ര പ്രതിസന്ധിയാക്കിയത്. വീതി കുറഞ്ഞ റോഡിന്റെ വശങ്ങളിൽ കാന കയറുകയും ഇത് കൃത്യമായി മൂടാതെ കരാറുകാർ പോയതുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. മഴ പെയ്തതോടെ വശങ്ങളിൽ വലിയ ഗർത്തം രൂപപ്പെടുകയും ചെയ്തു. ഇതോടെ ഇതുവഴി വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിരവധി സ്കൂൾ വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും കടന്നു പോകുന്ന ഈ റോഡ് അപകട ഭീഷണി ആയതോടെ സ്കൂൾ വാഹനങ്ങൾ ഇപ്പോൾ കിലോമീറ്ററുകൾ ചുറ്റിയാണ് പോകുന്നത്. ഇത് വിദ്യാർത്ഥികൾ സ്കൂളിലും തിരികെ വീടുകളിലും എത്താൻ വൈകുന്നതിന് കാരണമാകുന്നു. എത്രയും വേഗം റോഡ് സൈഡിലെ ഗർത്തം പരിഹരിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് വാഹനയാത്ര സുഗമമാക്കണമെന്നാണ് യാത്രക്കാരുടെയും വാഹന ഡ്രൈവർമാരുടെയും ആവശ്യം. ഇടവേള. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. വീണ്ടും വാർത്തകളിലേക്ക്. പൊന്നൂക്കര തൃക്കൂർ കോട്ടായിൽ 55-കാരനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കല്ലൂർ സ്വദേശി ഏറാട്ടുപറമ്പിൽ കൊച്ചുപോളാണ് മരിച്ചത്. തൃക്കൂർ പഞ്ചായത്ത് പരിധിയിലെ 7-ാം വാർഡ് കോട്ടായിലെ കപ്പേളയ്ക്കടുത്തുള്ള മോട്ടോർ ഷെഡിന് സമീപമായിരുന്നു താമസം. ഞായറാഴ്ച രാവിലെ 8:45-ഓടെയാണ് പരിസരവാസികൾ പഞ്ചായത്ത് കുളത്തിൽ കൊച്ചുപോളിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പുതുക്കാട് അഗ്നിരക്ഷാ സേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്.
പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മരിച്ച കൊച്ചുപോൾ ഒറ്റയ്ക്കായിരുന്നു താമസം. തൃശൂരിൽ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ദിവസങ്ങളോളം അനാഥനായി കിടന്ന് ജീവിതത്തിലേക്ക് മടങ്ങിയ ജാർഖണ്ഡ് ജംഷഡ്പൂർ സ്വദേശിയായ രാമചന്ദ്ര സുന്ദരം തൃശൂരിനോട് നന്ദി പറഞ്ഞു മടങ്ങുന്നു. ഇക്കഴിഞ്ഞ ജൂൺ 13 12:30 തൃശൂർ റൗണ്ടിൽ രാഗം തിയേറ്ററിന് മുൻപിൽ വെച്ച് ഓട്ടോ ഇടിച്ച് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് ആരെന്നറിയാതെ തൃശൂർ മെഡിക്കൽ കോളേജിൽ ദിവസങ്ങളോളം കഴിഞ്ഞിരുന്നു. കൂടെ നിൽക്കാൻ ആരുമില്ലാത്തതിനാലും മെഡിക്കൽ കോളേജിൽ ഒഴിവില്ലാത്തതിനാലും തൃശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ സഹായികളായി ജൻസനും അനീസും ഒപ്പമുണ്ട്. ഡോക്ടർ ആൽഫ്രഡ് മൈക്കിൾ, നഴ്സുമാർ, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ, തൃശൂർ ഈസ്റ്റ് പോലീസ് SI ഷീബു KP, ASI രാജു, സിവിൽ പോലീസ് ഓഫീസർ ധന്യ, അപകടം കണ്ട് ഇടിച്ച ഓട്ടോ കണ്ടെത്തിയ ഓട്ടോ ഡ്രൈവർ വട്ടപ്പിന്നി സ്വദേശി സന്തോഷ് എന്നിവരോടും നന്ദി പറഞ്ഞാണ് സുന്ദരം മടങ്ങുന്നത്. അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലെ ജനറൽ വിഭാഗത്തിലെ 7 ഒഴിവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെ 2035 പേർ വോട്ട് രേഖപ്പെടുത്തി. UDF സ്ഥാനാർത്ഥികളായി മത്സരിച്ച K ചന്ദ്രശേഖരൻ 1770, TS ജോസഫ് 1697, വിജു 1687, ജോൺസൺ മല്യത്ത് 1686, PV ഷാജി 1639, വർഗീസ് വാഗയിൽ 1633, PV ഹസനാർ 1545 എന്നിവർ യഥാക്രമം വോട്ടുകൾ നേടി വിജയിച്ചു. 6 സീറ്റുകളിലേക്ക് മുൻപ് തന്നെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മന്ത്രി K രാജന്റെ നിർദ്ദേശപ്രകാരം മുടിക്കോട്, വാണിയമ്പാറ, താണിപ്പാടം എന്നിവിടങ്ങളിൽ ദേശീയപാത അതോറിറ്റി, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. മുക്കാട്ടുകര സാന്ത്വനം ട്രസ്റ്റിന്റെ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള ജ്യോതിഷ പരിഷത്ത് 44ാം വാർഷികം സാഹിത്യ അക്കാദമി ഹാളിൽ ജില്ലാ ജഡ്ജി TK മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.